ഓൾ റൈറ്റ്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ലൈഫിൽ വളരെയധികം പല ചാലഞ്ചസും സംഗതികളൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പൊ ആ ചലഞ്ചസ് കടന്നു പോകുന്നതിൽ നമുക്ക് എങ്ങനെയാണ് ആ ഓരോ ചലഞ്ചസിനെയും മാറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത്. മാനിഫെസ്റ്റേഷൻ ഓർമ്മയുണ്ടോ? സോ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ഒരുപാട് റൂൾസുകൾ പറഞ്ഞു. എത്ര പേർക്ക് ഓർമ്മയുണ്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിച്ചത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നും അതേപോലെ അത് അട്രാക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് 10 നിയമങ്ങൾ പറഞ്ഞിരുന്നു. ആ 10 നിയമങ്ങളുടെ നമ്മൾ സംസാരിച്ചിട്ടുള്ള നിയമങ്ങളെ പറ്റി ഓർമ്മയുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾ എത്ര കണ്ട് ഓർമ്മയുണ്ട്, എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ട്, എത്ര കണ്ട് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്, എത്ര കണ്ട് നിങ്ങൾ സീരിയസ് ആണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ജെനുവിൻ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ കമന്റ് ഡൗൺ ഓൾ ദ റൂൾസ്. നമ്മൾ സംസാരിച്ചിരുന്ന എല്ലാ റൂൾസുകളും ജസ്റ്റ് നീ ഒന്ന് കമന്റ് ചെയ്യാം. ഒന്ന് കമന്റ് ചെയ്യാം. റെഡി? ലെറ്റ്സ് ബിഗിൻ. നമുക്ക് കമന്റ് ചെയ്ത് നോക്കാം. റെഡിയാണോ? ഹലോ. ഓക്കെ, ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ് ജസ്റ്റ് കമന്റ് ഓൺ RE എന്ന് കമന്റ് ചെയ്യുക. ഓരോ നിയമങ്ങളും എഴുതിക്കോളും. ഫസ്റ്റ് നിയമം എന്തായിരുന്നു? ഓക്കെ, RE. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. കമന്റ് ഓൺ RE. മടിച്ചു നിൽക്കരുത്. പ്ലീസ് കമന്റ് ഡൗൺ. യെസ്, സുഹൈൽ is ready and Vijesh, and we have one iPhone. Who's iPhone? I don't know. Joseph sir is there. Law of attraction. Okay, first rule പറഞ്ഞു. വിജീഷ് പറയുന്നു law of attraction അല്ലേ? ഒരുപാട് നിയമങ്ങളെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നിയമം ലോ ഓഫ് അട്രാക്ഷൻ. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് പറയും. തേർഡ് എന്താ നിയമം? യൂണിവേഴ്സലി ഉള്ള നിയമങ്ങളുണ്ട്. സെക്കൻഡ് നിയമം എന്താണ്? രണ്ടാമത്തത് പറഞ്ഞു ലോ ഓഫ് വൈബ്രേഷൻ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ലോ ഓഫ് വൈബ്രേഷൻ. തേർഡ്. സെക്കൻഡ് പറഞ്ഞു ലോ ഓഫ് വൈബ്രേഷൻ. പിന്നെ വേറെ ഏതാ ഉള്ളത്? ലോ ഓഫ് വൈബ്രേഷൻ പറഞ്ഞു. പറയാവോ? വേറെ ഏതാ? അടുത്ത നിയമം പറഞ്ഞു തരും. ലോ ഓഫ് വൈബ്രേഷൻ. പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞിരുന്നത്? ലോ ഓഫ് വൈബ്രേഷൻ പറഞ്ഞു. ഇൻസ്പയർഡ് ആക്ഷൻ. ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ, നോട്ട് ഇൻസ്പിറേഷൻ, ഇൻസ്പയർഡ് ആക്ഷൻ. Okay, D to D, smile. Okay, Smelga, thank you so much. Not just inspiration, law of inspired action. Next. ശരത്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പ്ലീസ് സെൻഡ് ഓൾ ദിസ് മെസ്സേജ് ടു സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക അടക്കം എല്ലാ ഗ്രൂപ്പുകളിലും ഒന്ന് മെസ്സേജ് അയക്കുക. വേറെ അടുത്ത നിയമം എന്താണ്? ലോ ഓഫ് വൈബ്രേഷൻ പറഞ്ഞു. ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ പറഞ്ഞു. എന്താണ്? ലോ ഓഫ് കറസ്പോണ്ടൻസ്. അതായത് ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്താ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അടുത്തത് പറയും ലോ ഓഫ് കറസ്പോണ്ടൻസ്. നമ്മൾ കോൺഗ്രുവന്റ് ആവുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നു. അടുത്ത ലോ ഓഫ് കർമ്മ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ലോ ഓഫ് കർമ്മ. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് കർമ്മ. കൺഗ്രാറ്റുലേഷൻ അസ്മ. ആൻഡ് ലോ ഓഫ് കറസ്പോണ്ടൻസ് പറഞ്ഞ അബ്ദുൽ അസീസ്. വെൽ ഡൺ, ഫാന്റാസ്റ്റിക്. ഓക്കെ, നെക്സ്റ്റ് MC പറയുന്നു ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ മാനിഫെസ്റ്റേഷന്റെ നിയമങ്ങളാണ് പറയുന്നത്. സോ ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ നിയമങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും. ലോ ഓഫ് പൊളാരിറ്റി. യെസ്, അബ്ദുൽ അസീസ് പറഞ്ഞു. ഓക്കെ, അസീസ് ഖാ പറയുന്നു ലോ ഓഫ് പൊളാരിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ വേറെ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, യിങ് യാങ് എന്ന് പറയുന്ന തിയറി. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് റിലേറ്റിവിറ്റി. പിന്നെ നിങ്ങൾ ഓരോന്നും ജസ്റ്റ് നീ കമന്റ് ചെയ്യുക. കമന്റ് ഡൗൺ ബിക്കോസ് വി വാണ്ട് ടു ടോക്ക് ഇൻ ഡെപ്ത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കാനുള്ളതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ലൈക്ക് വി വാണ്ട് ടു ക്രിയേറ്റ് നിങ്ങളുടേതായിട്ടുള്ള ഒരു പറഞ്ഞോളൂ. നെക്സ്റ്റ്
ഹലോ, നെക്സ്റ്റ് പോയിന്റ്. ചാറ്റിൽ നമുക്ക് നോക്കാം. ലോ ഓഫ് ക്ലാരിറ്റി. ലോ ഓഫ് ക്ലാരിറ്റി. ലോ ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞു. ലോ ഓഫ് ക്ലാരിറ്റി. ലോ ഓഫ് ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര നിയമങ്ങളായി? എത്ര നിയമങ്ങൾ നമ്മൾ പറഞ്ഞു? ജസ്റ്റ് കമന്റ് ഡൗൺ. ഹലോ, ഓക്കെ. എത്ര നിയമങ്ങൾ പറഞ്ഞു? 8 നിയമങ്ങൾ പറഞ്ഞു. ഇനിയും നമുക്ക് ബാക്കി 2 കൂടെ ഉണ്ട്. ആ 8 നിയമങ്ങൾ പറഞ്ഞാൽ 2 നിയമങ്ങൾ കൂടി 10 ലോസ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞു. 10 ലോസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. റെഡി ആണല്ലോ? 10 ലോസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലോ ഓഫ് വൈബ്രേഷൻ, അതേപോലെ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. അടുത്തൊരു സംഗതിയാണെന്ന് വെച്ചാൽ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. എന്താണ് ഡിറ്റാച്ച്മെന്റ്? ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കോഴ്സിൽ വന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് ഡിറ്റാച്ച്മെന്റ് എന്നുള്ളത്, അല്ലെ? കോഴ്സിൽ വന്ന ആൾക്കാരൊന്ന് പറയാമോ എന്താണ് ഡിറ്റാച്ച്മെന്റ്? ആർക്കാ പറയാൻ പറ്റുക? അനിത മാം ഓർ ലൈക്ക് വിജീഷ്. നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. സോ അവരിൽ ആരെങ്കിലും ഒരാൾ പറയാ വാട്ട് ഈസ് ലോ ഓഫ് അറ്റാച്ച്മെന്റ്? നിങ്ങൾ മനസ്സിലാക്കിയ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്താണ്? സോ മാനിഫെസ്റ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണം. വാട്ട് ഈസ് ദാറ്റ്? പറയാമോ? ഷാഫിജർ, നമ്മള് എക്സിസ്റ്റിംഗ് സർക്കിളിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. അതായത് ഇപ്പോഴുള്ള ഒരു ഒറ്റപ്പെടൽ പോലെ. ഓക്കെ, 1 മിനിറ്റ്. വിജീഷ് പറഞ്ഞോളൂ. നമ്മള് ഒറ്റപ്പെടുക, അതായത് നമ്മളിപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർക്കിളുകളിൽ നിന്ന് പിന്നെ മാറാൻ വേണ്ടിയിട്ട് സ്വയം കുറച്ചുകൂടി വലിഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യും. ഓക്കെ, ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. ഓക്കെ, ആക്ച്വലി അതല്ല. ഓക്കെ, പറയാമോ? ആർക്കാ പറയാൻ പറ്റുക? നമുക്കത് വേറെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി, പക്ഷെ നമുക്ക് വേറെ ഡിസ്കസ്. ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് വേറെയാണ്. ആർക്ക് പറയാൻ പറ്റും? അനിത മാം പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. ഹലോ, പറഞ്ഞോളൂ. ഓവറായിട്ട് ആരെയും അറ്റാച്ച്മെന്റ് ചെയ്യാതിരിക്കുക. നമുക്ക് നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞിട്ട് നോ പറയണം. ഓവറായിട്ട് ആരെയും അറ്റാച്ച് ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. നോ പറഞ്ഞിട്ട് നോ പറയാൻ കഴിയുക, അതല്ല. ഇവിടെ ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ഗോ ചെയ്യുക. മുസ്ലിം ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പറയും. അതാണ് എന്റെ ചോദ്യം. ലോ ഓഫ് ലെറ്റ് ഗോ ആണ് വേണ്ടതിൽ നിന്ന് വിട്ടു നിൽക്കുക. വേണ്ടതിൽ നിന്ന് വിട്ടു നിൽക്കുക MC പറയും. ഓക്കെ, വേണ്ടതിൽ നിന്ന് വിട്ടു. എനിക്ക് മനസ്സിലായിട്ടില്ല. വേണ്ടതിൽ നിന്ന് വിട്ടു നിൽക്കുകയല്ല. പറഞ്ഞോളൂ. മാം പറയൂ. ഹലോ മാം. സാർ, നമ്മൾ ഒരാളോട് വളരെയധികം ആത്മാർത്ഥമായി അടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാന്ന് വിചാരിക്കൂ. അവരുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും വിഷമം ഉണ്ടാവും. അതെ. അതേ സമയത്ത് അത് ഡിറ്റാച്ച്മെന്റ് ചെയ്താൽ, അതായത് നമുക്ക് വിട്ടു നിൽക്കുന്നത് പോലെ, വിട്ടു നിൽക്കുകയല്ല, നമ്മുടെ മൈൻഡിൽ അതിൽ അവർ മരിച്ചു എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ വിഷമം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക. അപ്പോൾ ഡിറ്റാച്ച്മെന്റ് ആണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വിഷമം ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഓരോ കാര്യത്തിലും റിസ്ക് എടുക്കുക അല്ല. റിസ്ക് അല്ല. റിസ്ക് അല്ല. വേറെ ആർക്കെ പറയാൻ പറ്റാം? വേറെ ആർക്കെ പറയാൻ പറ്റാം? ഇത് മാം കുറച്ചും കൂടെ അടുത്തുകൂടെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും അതിനെക്കാട്ടിലും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹലോ ഹലോ, പറഞ്ഞോളൂ. സാർ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അത് നമുക്ക് വേണ്ടതും നമ്മളെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്ന്, ബട്ട് നമുക്കത് ഇഷ്ടമായിരിക്കും, അതിൽ നിന്ന് വിട്ടു നിൽക്കുക.
ഓക്കെ, ലോ പെട്ടെന്ന് ഓഫ് നം- അറ്റാച്ച്മെന്റ് പെട്ടെന്ന് നന്നായിട്ട് മാനിഫെസ്റ്റേഷനിലേക്ക് ഇത് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? അതെല്ലാം നമ്മുടെ ആർക്കാ പറയാൻ പറ്റുക? രശ്മി മാം പറഞ്ഞോളൂ. സാർ, ഞാൻ ഇന്നലത്തെ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും എന്റെ മൈൻഡിൽ തോന്നിയത് ഞാൻ പറയാം. ഉം. നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതായത് ഇമോഷണലി നമ്മള് ഡിറ്റാച്ച്ഡ് ആവുക. ഒരാളുമായിട്ട് അല്ല, ഇമോഷൻ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് അതായത് നിങ്ങൾ നമ്മള് ഇതാണ് രശ്മി മാം. മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഇടപഴകിക്കൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പം അവരുമായിട്ട് നമ്മുടെ ഇടപഴകും, പക്ഷെ അറ്റാച്ച്ഡ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണോ? ഓക്കെ, ആണോ നിങ്ങൾ പറയൂ. പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത്. ആണോ? ആണെന്നാണ് എന്റെ ഞാൻ അഭിപ്രായം. മനസ്സിലാക്കിയത്. അതാണ്. ശരി, വിൽ പവർ ആയിട്ട് വരും, വിൽ പവർ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അധികം ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ? സജന ഹബീബ് പറയുന്നു, ഓവറായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇത്രയേ ഉള്ളൂ. ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ വെറുതെ അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കണ്ട, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണ്ട, റിസൾട്ടിനെ കുറിച്ച് വറീഡ് ആവണ്ട. ഓർമ്മയുണ്ടോ പഠിച്ചത്? നമ്മൾ റിസൾട്ടിനെ കുറിച്ച് വറീഡ് ആവണ്ട, നമ്മൾ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക. അതാണ് എന്ത്? ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് പറയുന്നത്രേ ഉള്ളൂ. നമ്മൾ ഒന്നിലേക്കും നമ്മളെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരു റിസൾട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ അത് കിട്ടാതെയാകുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടാകുന്നതാണ്. പക്ഷെ ഇവിടെ ഒരാൾ പറഞ്ഞു അൺകണ്ടീഷണൽ ആവുക, കണ്ടീഷൻസ് വെക്കാതിരിക്കുക. കറക്റ്റാണ്. സോ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് യു ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം ദ ഔട്ട്കം. ആ റിസൾട്ടിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക, റിസൾട്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. നമ്മൾക്ക് ആ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന നമ്മുടെ പിടിവാശിയിൽ നിന്ന് ആ കണ്ടീഷൻസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, എല്ലാം ശരിയായിക്കോളും, എല്ലാം നല്ലതിനാണ്, എല്ലാം ശരിയായിക്കോളും. ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ വരുന്നത്? പലപ്പോഴും ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മളിങ്ങനെ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതല്ലാത്ത വേറൊരു കാര്യം സംഭവിക്കും, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നില്ല, അത് വൈകിപ്പോകും. അപ്പോൾ അവിടെ നമ്മൾ എന്താ വെച്ചാൽ വല്ലാണ്ട് വിഷമിച്ചു പോവുകയാണ്. എന്താ അതെനിക്ക് സംഭവിക്കാത്തത് എന്ന് വിഷമിച്ചാൽ ആ മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകും. ബിക്കോസ് നിങ്ങൾ ആ വിഷമിക്കുന്ന മൊമെന്റിൽ എന്താണ്? നിങ്ങൾ ലോ എനർജി വൈബ്രേഷനിലേക്ക് പോവാണ്. അത് നിങ്ങളതിൽ വിഷമിച്ചു കഴിഞ്ഞു, നെഗറ്റീവായിട്ട് പോയി. അപ്പോൾ ലോ എനർജി വൈബ്രേഷനിലേക്ക് നിങ്ങൾ പോയി. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ സംഭവിക്കില്ല. അനുഗ്രഹങ്ങളെല്ലാം പോസിറ്റീവാണ്, പോസിറ്റീവ് വൈബ്രേഷനാണ്, ഹയർ വൈബ്രേഷൻസ് ആണ്. ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഹയർ വൈബ്രേഷനിൽ സംഭവിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ലോവർ വൈബ്രേഷനിലേക്ക് പോകും എന്ന കാര്യം. നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് വറീഡാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ റിസൾട്ട് കിട്ടാത്തത്? എന്താ റിസൾട്ട് വരാത്തത്? റിസൾട്ട് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുക, റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അവിടെ ഒരു നെഗറ്റീവ് ഔട്ട്കം ക്രിയേറ്റ് ചെയ്യും, വിച്ച് ഈസ് വെരി സാഡ്. ക്ലിയർ? വിച്ച് ഈസ് മേക്കിംഗ് the entire process of manifestation difficult or impossible. Clear ആണോ? സോ എന്താണ് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം ദ ഔട്ട്കം. റിസൾട്ടിൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്യാം. ഡിറ്റാച്ച് യുവർ സെൽഫ് ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു? ട്രസ്റ്റ് ദ പ്രോസസ്. എല്ലാം നടക്കും, എല്ലാം ശരിയാകും, എല്ലാം. അപ്പോൾ കുറച്ച് ഡിലേ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ യൂണിവേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് അത് ബെറ്റർ പ്ലാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ട്രസ്റ്റ്. വട്ട് എവർ വിച്ച് ഇസ് നോട്ട് കമ്മിങ് ടു യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സംഗതി വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സ് ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ മീ. ആ പ്ലാനിൽ ട്രസ്റ്റ് ചെയ്യുക. അല്ലാതെ അവിടെ അതെന്താ നടക്കാത്ത, ഇതെന്താണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ചെറുതല്ലേ. യൂണിവേഴ്സൽ മൈൻഡ് ഇസ് സോ ബിഗ്, ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻസ് ഫോർ യു. സോ വട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ,
ഇപ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു, കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നിങ്ങൾ വല്ലാണ്ട് വിഷമത്തിലാണ്, നിങ്ങൾ വല്ലാണ്ട് പ്രയാസത്തിലാകുന്ന, അല്ലെങ്കിൽ അത് നടക്കുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നില്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു, റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നെവർ ഫീൽ ദാറ്റ് വേ എന്നാണ് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല, കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കൂടുതൽ ദുഃഖത്തിലേക്ക് പോവുള്ളൂ. നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകുള്ളൂ. അതിന് പകരം എന്താ ചിന്തിക്കേണ്ടത്? വാട്ട് വി ഷുഡ് ഡു, നമുക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് ബെറ്റർ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, വി ട്രസ്റ്റ് ദ പ്രോസസ് ട്രസ്റ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഹലോ? ആഗ്രഹിക്കാതിരിക്കുക എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പൊ ആഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് കറക്റ്റാണ്. ആഗ്രഹം പാടില്ല. ഡിസയർ വേണ്ട എന്നാണോ? യെസ്, ഡിസയർ വേണ്ട. മറിച്ച് അതിനെന്താ വേണ്ടത്? നമ്മൾ വിഷ്വൽ കൊടുക്കുക. നമുക്ക് എന്താണ് വേണ്ടത്? എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? നമ്മളൊരു ബ്യൂട്ടിഫുൾ ട്രസ്റ്റ് ഫീലിംഗ് ദാറ്റ് വിൽ കം ടു മൈ ലൈഫ്. അത് മതി. അത് വരും, അത് എൻ്റെ ലൈഫിലേക്ക് വരും, തീർച്ചയായിട്ടും വരും. അതിലൊരു ട്രസ്റ്റ് പ്രശ്നമില്ല, അതിൽ വറിയാകുന്നില്ല, അതിൽ കൺസേൺഡ് ആകുന്നില്ല. അത് എന്നിലേക്ക് വരും, അതിലേറെ മികച്ചതും എന്നിലേക്ക് വരും. ഇത് മാത്രമല്ല, ഞാൻ എന്തൊക്കെയാണോ ഞാൻ അർഹിക്കുന്നത് അതെല്ലാം എന്നിലേക്ക് വരും. സോ നിങ്ങളെന്ന് വെച്ചാൽ വെസൽ ഓഫ് ഡിസർവ്നെസ് എന്ന് പറയും. നമ്മൾ ഒരു 100% അല്ലെങ്കിൽ 1000% വിശ്വാസമാണ് എനിക്കത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ. അവിടെ പിന്നീട് ഒരു 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 കൺസേൺ ഇല്ല. ക്ലിയർ? ആർക്കൊക്കെ മനസ്സിലായി? ഓർഡർ കൊടുത്ത ബിരിയാണിയിൽ, ഹോട്ടലിൽ പോയിട്ട് ബിരിയാണിക്ക് ഓർഡർ കൊടുത്താൽ ബിരിയാണി വരും ഉണ്ടെങ്കിൽ, അല്ലേ? ബിരിയാണി ഉണ്ടോയെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഓർഡർ കൊടുക്കുന്നു. വരുമോ? വരൂലേ? വരും. ഇല്ലാതെ അവിടെ ഇരുന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ബിരിയാണി വരുമോ? വരുമായിരിക്കും. വരൂലേ? വന്നാൽ കാണാം, ചിലപ്പോൾ വരുമായിരിക്കില്ലേ? ഈ വിഷ്വല് കൊടുക്കുന്നത് ആഗ്രഹം കൊണ്ട് തന്നെ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? വിഷ്വല് കൊടുക്കുന്നത് ആഗ്രഹം കൊണ്ട് തന്നെയല്ലേ? വിഷ്വൽ കൊടുക്കുന്നത് ആഗ്രഹം കൊണ്ടാണെങ്കിൽ പണി വാളി. ആഗ്രഹം കൊണ്ട് കൊടുക്കരുത്, അതാണ് പറഞ്ഞു വരുന്നത്. ലക്ഷ്യം കൊണ്ട് പറയും. മനസ്സിലാകുന്നുണ്ടോ? അതൊരു എന്താ പറയുക, ആഗ്രഹമായിട്ടല്ല കൊടുക്കേണ്ടത്. ആഗ്രഹം നിങ്ങളെ ദുഃഖത്തിലേക്ക് നയിക്കും. ആഗ്രഹം പാടില്ല കേട്ടോ. ആഗ്രഹം നിങ്ങൾക്ക് അബ്ദുൽ ഹമീദ് വന്നില്ലെങ്കിലോ, വന്നില്ലെങ്കിലോ വരുമല്ലോ. വരാതെ എവിടെ പോവാൻ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. വരുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? യൂണിവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡീപ്പ് ട്രസ്റ്റിലേക്ക് കൊടുക്കുക. യെസ്, നമ്മൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇൻസെക്യൂരിറ്റി, നമ്മുടെ ട്രോമ മൂലം നമ്മൾക്ക് ഒരുപാട് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ട്രൂത്ത് അല്ല, നമ്മുടെ എനർജി ലോ ആയതുകൊണ്ട്, ഇതിന് മുൻപൊക്കെ നമ്മുടെ എനർജി ലോ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായി. ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലായോ? നമ്മളൊരു സത്യം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സംശയിക്കുന്ന പല കാര്യങ്ങളെ, യൂണിവേഴ്സിനെ സംശയിക്കുന്നു. പിന്നെ യൂണിവേഴ്സിന്റെ മുമ്പിൽ നീയാണല്ലോ കോടതി, നമ്മളാണല്ലോ കോടതി, നമ്മളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ സ്വപ്നം കാണുക, നമ്മൾ എന്ത് ചെയ്യുക? ആ സ്വപ്നം കാണുന്നത് എന്ത് ചെയ്യും? ബാക്കി ഹൗ എന്നുള്ളത് ചിന്തിക്കേണ്ട. യെസ്. അപ്പൊ ഈ ആഗ്രഹത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ആഗ്രഹം എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് ഉള്ള സാധനം. ആഗ്രഹത്തിന്റെ പ്രശ്നം അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിൽ എന്താ അറ്റാച്ച്മെന്റ്? എങ്ങാനും നടന്നില്ലെങ്കിൽ വിഷമിക്കും. ആഗ്രഹിച്ചുകൊണ്ടല്ല കൊടുക്കേണ്ടത്, മറിച്ച് സ്വപ്നം കാണും. ലൈക്ക് അതവിടെ എന്താ വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് അവിടെ പിന്നെ ആഗ്രഹത്തിൽ എപ്പോഴും എന്താ വെച്ചാൽ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. സ്വപ്നം കാണുമ്പോൾ പ്രശ്നമുണ്ട്, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. കിട്ടി ഇല്ലെങ്കിൽ പോട്ടെ, ബെറ്റർ സാധനം വരട്ടെ. ക്ലിയർ ആണോ? മനസ്സിലായോ? ആ ട്രസ്റ്റ് ആണ് വേണ്ടത്.
ബെറ്റർ തിങ്സ് ആർ കമ്മിങ്. ബെറ്റർ തിങ്സ് ആർ കമ്മിങ്. നമുക്കിപ്പം നമ്മളൊരു സാധനം കൊടുത്തിട്ട് നമ്മൾ അതുപോലെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വറീഡ് ആയാൽ പോയി, പിന്നെ തീരെ കിട്ടൂല, നമ്മുടെ എനർജി കംപ്ലീറ്റ്ലി ഡൗൺ ആയി. അപ്പം അതിന് വഴിയൊരുക്കാതെ ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് യൂണിവേഴ്സ്. ഇപ്പം നിങ്ങൾ ഒരു സംഗതി ഓർഡർ ചെയ്തു, ഓക്കെ, ബിരിയാണി ഓർഡർ ചെയ്തു, നേരത്തെ പറഞ്ഞത് ബിരിയാണി വരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു. പക്ഷെ നിങ്ങൾക്ക് ബിരിയാണി വന്നില്ല. അയ്യോ, ബിരിയാണി വന്നില്ല. അപ്പം എന്തുണ്ട്? അതിലേറെ ബെറ്റർ എന്തോ ഒരു സാധനം കൊണ്ടെത്തുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അല്ലെങ്കിൽ ബിരിയാണി കുറച്ച് വൈകി, അപ്പോൾ അതിൻ്റെ കൂടെ അവർ സോറി പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അഡീഷണലി ആർക്കും കൊടുക്കാത്ത ഒരു എന്താ പറയുക, ഒരു ഡിസേർട്ടും കൂടെ വെച്ചു. ഓക്കെ, അഡീഷണലി നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ കൂടെ വെച്ചിട്ട് അവർ നിങ്ങളെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. സോ ഇതാണ് പറയുന്നത് വെച്ചാൽ ആ ഒരു എല്ലാം ബെറ്റർ ആയിരിക്കും എന്നുള്ള തിങ്കിങ് വേണം. നിങ്ങൾ ഓർഡർ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ പണിയുള്ളൂ. ബാക്കി നിങ്ങൾ വറീഡ് ആവണ്ട. ആ ബാക്കി നിങ്ങൾ ചെയ്യേണ്ട എന്നുള്ളതാണോ, അല്ലെങ്കിൽ ബാക്കി ഒരു ആക്ഷൻ എടുക്കണം, അത് നിങ്ങളുടെ ലെവൽ ഓഫ് എനർജിക്ക് അനുസരിച്ചിരിക്കും. ഒരു വിരൽ പോലും അനക്കാതെ ഈ ലോകത്ത് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് നടപ്പിലാക്കാൻ പറ്റും. ഒരു വിരൽ പോലും അനക്കാതെ ആക്ഷൻ എടുക്കേണ്ട ആവശ്യം. അത് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനാണ് നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാം ഒക്കെ വരുന്നത്. അഡ്വാൻസ് പ്രോഗ്രാമിൽ വന്നവർക്ക് അറിയാം. സ്വർണ്ണ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അഡ്വാൻസ് പ്രോഗ്രാമിൽ വന്നവർ? എനിവൺ? ഓക്കെ, അവർക്ക് അതറിയാം എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങളും എന്ത് ചെയ്യണം, പ്രോഗ്രാമുകളിലേക്ക് വരിക, പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലേക്കുള്ള റിസൾട്ട്. അഡ്വാൻസ് പ്രോഗ്രാമിൽ വന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ ഇല്ലാത്ത കേട്ടോ. അവരാരും ഇവിടെ ഇല്ലാത്തതെന്ന് വെച്ചാൽ അഡ്വാൻസ് പ്രോഗ്രാമിൽ വന്നതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ വേറെ നടക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കിലായിരിക്കും. അടുത്ത അഡ്വാൻസ് കോഴ്സ് ഞാനുണ്ടാവും സർ. ഫാന്റാസ്റ്റിക് സുഹൈൽ, താങ്ക് യു. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വീണ്ടും വരാം. എന്താണ് ദ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്? ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് യു ട്രസ്റ്റ് ദ എൻറ്റയർ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. എന്താ വരാത്തെ ചോദിക്കുക. എത്ര കണ്ട് അങ്ങനെ ചോദിക്കുന്നു, എത്ര കണ്ട് അസ്വസ്ഥമാകുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും, ആ ഒരു കാര്യം സംഭവിക്കാതെ പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം, അതും കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് അത് വരികയല്ല, നിങ്ങൾ അതിലേക്ക് പോവുകയാണ് വേണ്ടത്. ഹലോ, മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി റെഡി ആയിട്ട് അവിടെ ഉണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്, അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ അതിലേക്ക് ഡിസേർവിംഗ് ആയിട്ട് വരാതെ, ബെറ്റർ ആയിട്ട് വരാതെ? നിങ്ങൾ എന്താ അതിലേക്ക്, അത് തീരുമാനിക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അതിലേക്ക് എത്താതെ? അപ്പൊ നിങ്ങൾക്ക് ബെറ്റർ, അതിങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ കിട്ടും. സോ അത് ഓൾറെഡി നമ്മൾ അതിലേക്ക് പോവുകയാണ് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാ, അത് എന്നിലേക്ക് വരും എന്നുള്ളതല്ലേ, എന്നിലേക്ക് വരികയല്ല. അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട, അത് എന്നിലേക്ക് വരുത്താൻ വേണ്ടി. മറിച്ച് എന്താ വെച്ചാൽ യു ട്രസ്റ്റ്, യു ലെറ്റ് ഗോ, ഓൾ ദ ഗുഡ് തിങ്സ് വിൽ കം. എന്നിട്ട് എന്ത് ചെയ്യുക, എനർജി വൈബ്രേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആക്കി, അത് ഇന്ന വൈബ്രേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പം ആ വൈബ്രേഷനിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ആ വൈബ്രേഷനിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മുടെ ഈ ലോകത്തെല്ലാം സംഭവിച്ച് അവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ട പണം അവിടെ റെഡിയാണ്. എവറിത്തിങ്സ് ഹാപ്പൻഡ് ഓൾറെഡി. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, യു ബ്രിങ് ബാക്ക് യുവർ സെൽഫ് ടു ദ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ആർക്കെങ്കിലും വല്ല മനസ്സിലായോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ പ്രാവശ്യം കിളി പറത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. ചിലപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. അതായത് സംഭവിക്കാനുള്ളതെല്ലാം നമുക്ക് സംഭവിക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് മാത്രമല്ല, ഈ ലോകത്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്.
എവറിത്തിങ് ഹാപ്പൻഡ്. അതായത് എല്ലാം അവിടെ സംഭവിച്ച് നമ്മൾ പോയി എടുത്താൽ മതി എന്ന് പറയില്ലേ. വി ഹാവ് ടു റീച്ച്. നമ്മളെത്തുകയാണ് വേണ്ടത്, നമ്മളെത്താത്ത പ്രശ്നമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാല് എനിക്ക് വരുന്നില്ല, എനിക്കത് സംഭവിക്കണം, എനിക്കത് സംഭവിക്കുന്നില്ല, അത് സംഭവിച്ചിട്ടില്ല, അപ്പൊ അത് സംഭവിക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ അതെന്താ സംഭവിക്കാത്ത, അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ റെഡിയായി വരാനുണ്ട്. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്, റൈറ്റ്? യെസ് ഓർ നോ? നമ്മൾ പവർ അതിന് കൊടുക്കുകയാണ്, റിസൾട്ടിന് അങ്ങോട്ട് പവർ കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓക്കെ, അത് റെഡി ആയിട്ട് എനിക്ക് വരണം, അത് റെഡി ആയിട്ട് വന്നിട്ടില്ല. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതെല്ലാം ഈ ലോകത്ത് ഓൾറെഡി ഉള്ളതല്ലേ. ഈ ലോകത്തുള്ള പണമല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് ഓൾറെഡി പ്രിന്റ് ചെയ്ത പണമല്ലേ. അത് ഓൾറെഡി ആ തോട്ടും ആ എനർജി അവിടെ ഉള്ളതല്ലേ. യെസ് ഓർ നോ? നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഐഡിയ ഇല്ലേ, അത് ഓൾറെഡി ലോകത്തുള്ള ഐഡിയ അല്ലേ. അതുകൊണ്ടല്ലേ കിട്ടുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഐഡിയ ഓൾറെഡി ഉള്ളതല്ലേ. ഇനി നിങ്ങൾ എങ്ങാനും ഒരു കാറ് വാങ്ങിച്ചു, ഈ കാറ് വാങ്ങിക്കാൻ പോകണം, ഈ നിങ്ങൾ ആഗ്രഹിച്ച ആ കാറ് ഓൾറെഡി ലോകത്ത് എന്താ പറയുക ഉള്ളതാണ്. ഏത് രൂപത്തിലായിരിക്കാം? ഒന്നുകിൽ ഒരു തോട്ട്, ഒരു വൈബ്രേഷൻ രൂപത്തിൽ, എനർജി രൂപത്തിൽ. ആ എനർജിയുടെ രൂപം ഏതായിരിക്കും? ചിലപ്പോൾ ഓൾറെഡി യൂണിവേഴ്സിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചിലപ്പം അത് എന്ത് രൂപത്തിലായിരിക്കും? റോ മെറ്റീരിയൽ രൂപത്തിലായിരിക്കാം. ആ കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ, ആ ഒരു എനർജി അത് ഓൾറെഡി ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ എനർജി എന്ത് ചെയ്യും? നമ്മൾ ആഗ്രഹത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കല്ല, നമ്മളത് നമ്മളുടെ ലൈഫിലേക്ക് അതെന്ത് വെച്ചാൽ നമ്മൾ അതിനോടനുസരിച്ച് കറക്റ്റായിട്ട് അലൈൻഡ് ആകുമ്പോൾ ആ ഒരു എനർജി നമ്മൾ ആഗ്രഹിച്ചതിനനുസരിച്ച് അലൈൻഡ് ആയിട്ട് രൂപപ്പെട്ട് നമ്മളിലേക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സാറേ, ഇത് നമ്മള് ലോജിക്കായിട്ട് കിട്ടുമല്ലോ, ഞാൻ മിറാക്കിളായിട്ട് നമുക്ക് കിട്ടുമല്ലേ? ലോജിക്കായിട്ട് അതിനൊരു ആൻസർ കിട്ടുമായിരിക്കും സാറേ? ജോലിക്കോ? മനസ്സിലായില്ല. ലോജിക്കായിട്ട് കിട്ടുന്നില്ലല്ലോ നമുക്ക്. മിറാക്കിളായിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു നമ്മുടെ എന്താണോ നമ്മുടെ വിഷ്വൽ ചെയ്യുന്നത് അതിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെത്തിക്കുക, നമ്മളായിട്ട് ഡിസേർവ് ആവുക എന്നുള്ളതാണ്. നമ്മളായിട്ട് എന്ത് ചെയ്യുക, അത് ആ ഒരു എനർജിയിലേക്ക് വൈബ്രേറ്റഡ് ആവുക. നമ്മൾ അതിലേക്ക് വൈബ്രേഷൻ കൊടുക്കുക. നമ്മളെന്ന് പറയുന്ന എനർജി ഉണ്ടല്ലോ, നമ്മുടെ എൻറ്റയർ ബീയിങ്, അതിൽ നിറയെ ആ വൈബ്രേഷൻ എനർജി നിറയ്ക്കുക. അപ്പം അത് നിറയ്ക്കുമ്പോൾ നമ്മൾ അതിന് അർഹനാവും. അതെങ്ങനെ നിറക്കാൻ പറ്റുക? നമ്മുടെ എനർജിയെ ഡൗൺ ആക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. അതാണ് ഡിറ്റാച്ച്മെന്റ്. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ശുദ്ധീകരിക്കുക, ലവ്, നമ്മൾ പീസ്ഫുൾ ആയിരിക്കുക, നമ്മൾ ഹയർ ഡയമെൻഷനിൽ ഇരിക്കുക, നമ്മുടെ എനർജി ഹൈ ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി എല്ലാം ഒഴിവാക്കി നല്ല ചിന്തകൾ മാത്രം കൊടുത്ത് ആരോടൊരു വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നുമില്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ, വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഈ പറഞ്ഞ എല്ലാം ട്രസ്റ്റ് ചെയ്ത് 100% സറണ്ടർ മോഡിൽ ഇരിക്കുന്ന ആൾക്ക് we will get lot of blessings. ക്ലിയർ? അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇന്റൻഷൻ കൊടുക്കുക. അതാണ് ഇന്റൻഷൻ, ലോ ഓഫ് ഇന്റൻഷൻ. ഇന്റൻഷൻ കൊടുക്കുക. നമുക്കത്, നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്, ആ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്, ആ ചേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ഡിസയർ അല്ല വേണ്ടത്, ഇന്റൻഷനാണ് വേണ്ടത്. ക്ലിയർ ആണോ? എഴുതി വെച്ചു. യു മസ്റ്റ് ഹാവ് എൻ ഇന്റൻഷൻ. ഇന്റൻഷൻ എന്താണ്? ഉദ്ദേശശുദ്ധി. ഡിസയറിൽ എന്തുണ്ട്? നിങ്ങളുടെ പരിമിതമായ ഗ്രീഡ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഗ്രീഡ്സ് ഉണ്ടാവും. ഗ്രീഡ്സ് എന്താണ് ഗ്രീഡ്? ഗ്രീഡ് എന്താ? മലയാളം വേർഡ് എന്താ? ആർത്തി ഉണ്ടാകും. നിങ്ങളുടെ സെൽഫിഷ്നെസ് ഉണ്ടാകും. ഇന്റൻഷനിൽ ഒരിക്കലും സെൽഫിഷ്നെസ് ഇല്ല. ഇന്റൻഷൻ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി, അത് പ്യുവറായിരിക്കും. നിങ്ങൾക്കൊരു മിഷൻ ഉണ്ടാവും, നിങ്ങൾക്കൊരു കമ്പാഷൻ ഉണ്ടാവും. നിങ്ങൾക്കതിൽ നിങ്ങളെന്ന് പറയുന്ന മാത്രം വ്യക്തിയിലേക്ക് ഒതുങ്ങുന്നൊരു കാര്യമല്ല. ക്ലിയർ ആണോ? ആ ഇന്റൻഷൻ പ്യുവർ ആകുമ്പോൾ
നിങ്ങളുടെ ഉള്ളു നന്നാകും. ഉള്ളു നന്നാവുന്ന ഒരാൾക്ക് മാത്രമേ ഇന്റൻഷൻ കിട്ടുള്ളൂ. ഉള്ളു നന്നാവാത്ത ഒരാൾക്ക് ഇന്റൻഷൻ കിട്ടൂല. ക്ലിയർ? വേണമെങ്കിൽ ഉള്ളു നന്നാക്കിക്കോ, ആ ഗ്രീഡൊക്കെ അങ്ങ് വിട്ടളാം. ആ ഇന്റൻഷൻ എന്താണ്? വാട്ട് ഇസ് ഇന്റൻഷൻ? ഇസ് കോൾഡ് പേർപ്പസ്. പേർപ്പസ് എന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജലസി ഇല്ല, അയാൾക്ക് എന്തില്ല? അയാൾക്ക് ജലസി ഇല്ല, അസൂയയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. അല്ലെങ്കിൽ അയാൾക്ക് എന്താ പറയുക, സെൽഫ് സെൻറ്റേർഡ് അല്ല. എനിക്ക് എത്ര മാത്രം മതി, എനിക്ക് വേണം, അങ്ങനത്തെ തിങ്കിങ് ഒന്നുമില്ല. എൻ്റെ കൂടെ മറ്റുള്ളവർക്ക് ഉണ്ടായിക്കോട്ടെ. ഉദ്ദേശശുദ്ധി പ്യൂർ ആയിരിക്കും. പ്യൂർ ആവുന്ന ആൾക്കാർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അവരുടെ ഉദ്ദേശശുദ്ധി, ഈ ഇന്റൻഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ they will be having a mission, they will be having a purpose, they will be having a caring, compassionate mind. അതാണ് യൂണിവേഴ്സിന്റെ ലാംഗ്വേജ്, ഭാഷ. ആ ഭാഷ എന്ത് ചെയ്യണം? ആ ഭാഷയിൽ യൂണിവേഴ്സ് എടുക്കണം. ആ ഭാഷയിൽ നിങ്ങളായിത്തീരും. അതെല്ലാ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ യു ആർ അലൈൻഡ് വിത്ത് യൂണിവേഴ്സ്. കാരണം യൂണിവേഴ്സ് എന്നും അങ്ങനെയാണ്. ഇസന്റ് ഇറ്റ്? യെസ് ഓർ നോ? യൂണിവേഴ്സിന്റെ ഭാഷ അതല്ലേ. നിങ്ങൾ വല്ല പൈസ അടച്ചിട്ടാണോ നിങ്ങളോട് വളരെ ദയോടുകൂടി കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെളിച്ചം തരുന്നത്? ഇവിടെ ഉറങ്ങാൻ സമയമാകുമ്പോൾ രാത്രിയാകുന്നത്, നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നത് എന്തെങ്കിലും കൊടുത്തിട്ടാണോ? ആണോ? യൂണിവേഴ്സ് നിങ്ങൾ ഇത്രയും കാലം ബ്ലെസ് ചെയ്തതും നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നിട്ട്. അപ്പൊ യൂണിവേഴ്സിന്റെ ഒരു വൈബ് അതാണ്. ഗോ ടു ദാറ്റ് വൈബ്. ദാറ്റ്സ് കോൾഡ് വൈബ്രേഷൻ. ആ വൈബിൽ, ആ ഗ്യാങ്ങിൽ മെമ്പർ ആകും. ആ യൂണിവേഴ്സുമായിട്ട് കൂട്ടുകൂടും. യൂണിവേഴ്സിന്റെ അതേപോലെ ചിന്തിക്കും. അപ്പോഴല്ലേ യൂണിവേഴ്സിന് എന്താ വെച്ചാൽ, ഓക്കെ, ദിസ് ഗൈ ഈസ് മൈ പാർട്ട്ണർ ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. ഈ ലോകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കാൻ പോകുന്ന ഒരാളാണ്. സോ ആ സഹായിക്കാൻ പോകുന്ന ആൾക്ക് എന്താണ്? he doesn't have അറ്റാച്ച്മെന്റുകളില്ല. he is not self-centered, he is not selfish, has only intention. He doesn't have greed. I like this guy, ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇവൻ എൻ്റെ കൂടെ കൂട്ടാം, ഇവന് വേണ്ടതൊക്കെ കൊടുക്കാം. ക്ലിയർ? ആ കൊടുക്കുന്നത് നിലനിൽക്കും. അല്ലാത്തവർക്കും കൊടുക്കും, അല്ലാത്തവർക്കും കിട്ടും. അത് നഷ്ടപ്പെടുകയും ചെയ്യും. സമാധാനം ഉണ്ടായിക്കോളുന്നുണ്ടാവില്ല. അസുഖങ്ങളായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ. ആ ലൈഫ് വിൽ ബി ലൈക്ക് ഓൾവേസ് ലൈക്ക് സ്ട്രെസ്ഫുൾ. ഡു യു വാണ്ട് എ സ്ട്രെസ്ഫുൾ ലൈഫ് വിത്ത് ലോട്ട് ഓഫ് മണി? ചില ആൾക്കാർ പറയും, ഓ എനിക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ആ പൈസ കിട്ടിക്കഴിഞ്ഞ് 3-4 ദിവസം മാത്രമേ നിങ്ങളത് പറയുള്ളൂ. സ്ട്രെസ് കഴിഞ്ഞാൽ പിന്നെ പറയും, പൈസ ഒന്നും വേണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? So, sir, poor people are worried about money, but there are some rich people who are unhappy. Isn't it a happiness? Isn't it happiness a great thing? Poor people are worried about money. പണത്തെക്കുറിച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു? worried ആവുന്നു. There are some rich people who are unhappy ആണ്. Yeah. Isn't it happiness a great thing? ഹാപ്പിനെസ് ഒരു നല്ല കാര്യമല്ലേ? അഷ്റഫ് ഖാൻ, നിങ്ങൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ആ ചോദ്യം ചോദിച്ചു. ഹാപ്പിനെസ് അല്ല നമുക്ക് വേണ്ടത്, അതറിയോ? നമുക്ക് വേണ്ട വേറൊരു സാധനമാണ്. ഓക്കെ, നമുക്ക് ഹാപ്പിനെസ് അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് അല്ല, നമുക്ക് വേണ്ടത് പീസാണ്. പീസിൽ എന്തുണ്ട്? 2 കാര്യങ്ങളുണ്ട്. We need joy and love. That's what we need. Joy, love, happiness. Happiness is like excitement which is connected with some material aspects, which is like attachment ഉള്ള സാധനമാണ് ഹാപ്പിനെസ്. ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിനെസ് അല്ല വേണ്ടത്, ലൈക്ക് പീസ് ആണ്. പീസ് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ കേട്ടോ. ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എന്താ, ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താണ് സന്തോഷകരമായ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അല്ലേ. അപ്പൊ അതിനെ വളരെ ലിറ്ററലി പറഞ്ഞാൽ അത് സന്തോഷം എന്ന് പറയണ്ട. കാരണം സന്തോഷം പലർക്കും പലതാണ്. അത് പലപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആണ്. അപ്പൊ നമ്മളെപ്പോഴും വെച്ചാൽ ജോയ് ആണ്, നമുക്ക് ജോയ്, ആനന്ദം, ആ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നു. ദെൻ പീസ്, സമാധാനം. ദെൻ അടുത്തത് എന്താ? സമാധാനം, ജോയ്. അപ്പൊ അതിലേക്ക് വേണ്ട സാധനമുണ്ട് ലവ്.
ഹാപ്പിനെസ്സിന് എപ്പോഴും അല്പായുസാണ്. ഓക്കെ, പണം എവിടെയുണ്ട് എന്ന് എങ്ങനെ കണ്ടെത്താം? കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങളുടെ ചുറ്റിലും എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, എല്ലായിടത്തും നിങ്ങളുടെ ചുറ്റിലും എല്ലായിടത്തും പണമുണ്ട്, പണം വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ വൈബ്രേഷനിലല്ല. പണത്തിന്റെ വൈബ്രേഷൻ 432 ആണ്, 432. അതേപോലെ 777, അതേപോലെ 888. ഇതെല്ലാം മണി അട്രാക്ട് ചെയ്യുന്ന വൈബ്രേഷൻസ് ആണ്, അല്ലെങ്കിൽ മണിയുടെ വൈബ്രേഷൻസ്, അബണ്ടൻസിന്റെ വൈബ്രേഷൻ ആണ്. 432 ഇസ് ദ മിനിമം. അപ്പോൾ 432 വന്നു കഴിഞ്ഞാൽ തന്നെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ട്യൂൺ ചെയ്യണം. എങ്ങനെ ട്യൂൺ ചെയ്യും? യു ഇൻക്രീസ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ പറയുന്ന ഈ ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ കുറേ കാര്യങ്ങളില്ല, ലോസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ഹൈ ആയി ഹൈ ആയി ഹൈ ആയി ഹൈ ആയി ഹൈ ആയി വരും. സിമ്പിളായിട്ട് പറയാം, ക്യാരി ലവ്. ഒറ്റ കാര്യം ചെയ്യും, ഓൾവേസ് ബി ഇൻ ലവ്. മണി വിൽ കം. What is love? Have compassion. Have a genuine intention. Surrender. No complaints. No negativity. Love is the ultimate solution. So do you want money? Be in love. Be love. Be in love. You are love. You are in love. Clear ആണോ? നമുക്ക് പറ്റാത്ത സാധനം അതാണ്, നമ്മുടെ ഇൻസെക്യൂരിറ്റി കിടന്നിട്ട് കളിക്കുക, അല്ലയോ? നമ്മുടെ ട്രോമ കിടന്നിട്ട് കളിക്കും, അത് ട്രിഗർ ആവും, നെഗറ്റീവായി പോകും, പാറ്റേണായി മാറിയിട്ടുണ്ട്, ഹാബിറ്റായി മാറിയിട്ടുണ്ട്, ശീലമായി മാറിയിട്ടുണ്ട്. എന്ത് ചെയ്യും? പ്രാക്ടീസ്. ഇപ്പൊ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്സ് ഓക്കെ. എന്താ വേണ്ടത്? ഇറ്റ്സ് ഓക്കെ എന്ന മന്ത്ര എപ്പോഴും സംസാരിക്കുക. ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക. ലവ് ഈസ് നത്തിങ് ബട്ട് ട്രസ്റ്റ്. എല്ലാം ശരിയാകും, എല്ലാം റെഡിയാകും, എവറിത്തിങ് വിൽ ബി ഫൈൻ എന്ന ട്രസ്റ്റ്. അങ്ങനെ പരാതികളില്ലാത്ത അവസ്ഥയാണ് ലവ്. അവസ്ഥയിലേക്ക് പോകാൻ പറ്റുമോ? ഇസ് ഇറ്റ് ഈസി? ഈസി ആണോ? ആക്ച്വലി വെരി ഈസിയാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ വലിയ ആന മറിക്കുന്ന വലിയ കാര്യമാണോ അത് ലവ് എന്നുള്ളത്? മല മറിക്കുന്ന കാര്യമാണോ? ആണോ? ബി ലൈക്ക് ലവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് അല്ലേ? അത് വലിയൊരു ഭാരമാണോ? ആണോ? അല്ല. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ട്രോമാസ് നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് കളിക്കാം. ഓക്കെ, ഇതുവരെ കണ്ടതിലും കേട്ടതിലും അനുഭവിച്ചതിലും കിടന്ന് കളിക്കുന്നു. മുന്നോട്ട് എന്ത് എന്ന് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. പ്ലാൻ ചെയ്യണ്ട. നീ എന്തിനാ പ്ലാൻ? ട്രസ്റ്റ് ചെയ്യും, എല്ലാം ശരിയാകുമെന്നുള്ള ട്രസ്റ്റ്. അതാണല്ലോ നമ്മൾ ഈ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഒന്നും കാണാൻ കഴിയാതാവുക. നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. എവിടെ 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 ഇതൊക്കെ നിർത്ത്. ബി ഇൻ പീസ്, സമാധാനത്തിലാകും, എല്ലാം റെഡിയാകും, എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നത്. ഇതുവരെ കണ്ടതിലും കേട്ടതിലും അനുഭവിച്ചാലും കിടന്നിട്ട് കളിക്കുന്നു, എന്നിട്ട് അത് ചിന്തിച്ചിട്ട് പറയുന്നത് ഇതാണ് എൻ്റെ ലൈഫ്. നോ, അത് എനർജി ഡൗൺ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്. അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എനർജി അപ്പാക്കുക. എനർജി അപ്പാക്കുമ്പോൾ എന്നിട്ട് അപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, എല്ലാം റെഡിയാകും എന്നുള്ള ചിന്ത കൊടുക്കുക. അത് എവിടെ നിന്നാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്? ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക. നമ്മൾ വീക്കായിട്ടിട്ട് നമുക്ക് നമ്മുടെ എനർജി കിട്ടുന്നത് എങ്ങനെയാണ്? എല്ലാം റെഡിയാകും. അപ്പൊ ഇതുവരെ നടന്നത് സംഗതികൾ അതുപോലെ തന്നെ ഇനി ആവുമോ? ആകും എന്ന് ചിന്തിച്ച് വറീഡ് ആയാൽ നിങ്ങളുടെ എനർജി ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. എനർജി അപ്പാക്കേണ്ട വേണ്ടത് എല്ലാം ശരിയാകും എന്ന ചിന്തയിൽ നിന്ന് തുടങ്ങുക. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല? പ്ലാൻ അപ്പോൾ വരും മനസ്സിലേക്ക്. ഇങ്ങനെ പറഞ്ഞാലേ പ്ലാൻ വരുള്ളൂ. മനസ്സിലായിരുന്നു? അഡ്വാൻസ് കോഴ്സിലേക്ക് വരിക. ആയിഷ മാം പറഞ്ഞു കൊടുക്കി. ഞാൻ പറയണ്ട, ഇവർ പറയും. ഇവരാണ് നമ്മുടെ സ്പീക്കേഴ്സ്. എന്താണ് ചെയ്യേണ്ടത് ആയിഷ മാം? ഇവരെന്താ ചെയ്യണ്ടേ? വേഗം അഡ്വാൻസ് കോഴ്സ് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക. അതിലൂടെ പീസ്, ലവ് കിട്ടും. ഞങ്ങളൊക്കെ പോയി ആ വൈബ്രേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്ലാനും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഇപ്പൊ പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞില്ല. പ്ലാൻ കാണാൻ കഴിയില്ല, കാരണം നിങ്ങൾ പെയിനിലാണ്. അല്ലാണ്ട് പെയിനിൽ ഇരിക്കുന്ന ഒരാൾക്ക് പ്ലാൻ ഉണ്ടാക്കാൻ കഴിയില്ല.
കാരണം അയാൾ എന്ത് പ്ലാൻ ഉണ്ടാക്കിയാൽ അയാൾ അതിനെ സംശയിക്കും. ഓർണോ? യാ പിന്നെ നമുക്ക് ലോ എനർജിയിലേക്ക് പോവാനും പറ്റാതിരിക്കണമെങ്കിൽ അതിനുള്ള ഒരു പടച്ചട്ട നമുക്ക് തരും, കുറച്ച് താക്കോലും തരും. അത് വെച്ച് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ആ ഒരു ബാലൻസ് ആയിട്ട്, കൂടുതൽ ഹാപ്പി ഇല്ല, കൂടുതൽ ദുഃഖം ഇല്ല. പീസ്. പീസ്. ഐ ആം പീസ്. ഐ ആം ഇൻ പീസ്. ഐ ആം പീസ്. ഐ ആം ഇൻ പീസ്. കുറെ ഐ ആം ഇൻ താക്കോൽ പീസ്. അല്ലേ? യെസ്. യെസ്. ഞാൻ കുറെ താക്കോൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ താക്കോലാണ് അവരുടെ കയ്യിലുള്ള പിടിച്ചിരിക്കുന്നത്. അപ്പൊ ആ താക്കോലുകൾ എന്താ വെച്ചാല് ആണ് അവർക്ക് ഈ സംഗതികൾ കിട്ടുന്നത്. ആ താക്കോലുകളിൽ ചില താക്കോലുകളിലൂടെ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇപ്പൊ ഞാൻ കുറേ പറഞ്ഞു ഇവിടെ. ഇതൊക്കെ തന്നെ ഞാൻ ഇന്നിവിടെ കുറെ താക്കോലുകൾ പറഞ്ഞു. ആ താക്കോലുകൾ ഉപയോഗിച്ച് നിങ്ങൾ തുറക്കാൻ പറ്റാത്ത ഡോറുകളില്ല. എന്താ ഞാൻ ഒരു താക്കോല് പറഞ്ഞത് എന്ന് പറയാമോ? ഇന്നിവിടെ കുറെ താക്കോലുകൾ പറഞ്ഞു. ഞാൻ ഇന്ന് കുറെ പറഞ്ഞു. അത് മനസ്സിലായവർക്ക് മനസ്സിലാവും. എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന് ഞാൻ പറഞ്ഞു, ലവ് ഒരു താക്കോലാണ്. ട്രസ്റ്റ് ഒരു താക്കോലാണ്. അടുത്ത എന്താ? സറണ്ടർ താക്കോലാണ്. ബി ഇൻ ഇന്റൻഷൻ താക്കോലാണ്. അക്സെപ്റ്റ് താക്കോലാണ്. വേറെന്തൊക്കെയാ പറഞ്ഞ? കമ്പാഷൻ താക്കോലാണ്. ഇറ്റ്സ് ഓക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള താക്കോലാണ്. വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് കീസ് തന്നത്? ഇത് കയ്യിൽ പിടിച്ചിട്ടിരിക്കുക. ലെറ്റ് ഗോ താക്കോലാണ്. പ്രാക്ടീസിങ് ഡിറ്റാച്ച്മെന്റ് താക്കോലാണ്. ഇതെല്ലാം ഒന്ന് ആലോചിച്ചൊന്ന് നോക്കി നോക്കും. അപ്ലൈ ദിസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ? അപ്പൊ നിങ്ങൾ വിചാരിക്കുക അഡ്വാൻസ് ഈ ഒരു താക്കോല് മാത്രമാണ് കൊടുക്കുന്നത്. അല്ല, അഡ്വാൻസ് കുറേ കൊടുക്കുന്നുണ്ട്. ലൈക്ക് you will get a lot of things. Yeah, but keep this. So love, trust, surrender, being in intention, it's okay, let's go. Or let go. Yeah, let's go, let go. So ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. പക്ഷെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് വരും. എത്ര പേർക്ക് മനസ്സിലായി? ക്ലിയർ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഓരോ ദിവസം ഇന്ന് നിങ്ങൾക്ക് കിട്ടിയോ? സോ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ആണ്. നാളെ നമുക്ക് വീണ്ടും സംസാരിക്കാം ഫൈനൽ ആയിട്ടുള്ള ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ തിയറി. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഒരുപാട് തിയറികളുണ്ട്. 10 അല്ല ഉള്ളത്. ഞാൻ എല്ലാം പറയണോ? ഒരുപാട് തിയറികളുണ്ട്. അത് നിങ്ങൾക്ക് അത്രയും ഗുണം ചെയ്യും. പറയണമെന്നുണ്ടെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് സംസാരിക്കാം. ഓക്കെ? പറയണോ? ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, പരാതിയില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുക. യെസ്. അപ്പം ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ 10 നിയമങ്ങൾ, 9 നിയമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 10, 9 അല്ല ഉള്ളത്. ഒരുപാട് എണ്ണമുണ്ട് നിയമങ്ങൾ, ഒരുപാട് ട്രിക്സുകളുണ്ട്. ഇതെല്ലാം ഷോർട്ട് കട്ടുകളാണ്. നല്ല ലൈഫ് നമുക്ക് ഉണ്ടാകാനുള്ള ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ടുകൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് ഉണ്ടോ? നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് ഉണ്ട്. ഈ വരുന്ന 27-ാം തീയതി വരുന്നുണ്ട്. അതിൽ ലോ ഓഫ് അട്രാക്ഷനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നടക്കുന്നത്. ഹി വിൽ ബി ഗൈഡിങ് യു എ ലോട്ട് ഓഫ് തിങ്സ്. ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് ഉണ്ട്. അപ്പം ആ കോഴ്സ് വരാൻ പോകുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാം. സർ ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. 10 നിയമങ്ങളാണോ? ഒന്നുകൂടെ പറയാൻ ഒരുപാടുണ്ട്. EFT പ്രോഗ്രാംസ് ഉണ്ടോ ഈ മാസം? തീർച്ചയായിട്ടും അടുത്ത ബാച്ച് വരുന്നുണ്ട്. അടുത്ത ബാച്ച് ഇതിൽ വരുന്നുണ്ട്, ഈ മാസം വരുന്നുണ്ട്. EFT ഐ തിങ്ക് അടുത്ത മാസം 30-ാം ഉള്ളിൽ വരുമായിരിക്കും. ഈ മാസം 30-ാം ഉള്ളിൽ. ഓക്കെ? സാറിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ട് യൂട്യൂബിൽ എന്തൊരു എനർജിയാണ്. ആ എനർജിയിലേക്ക് തിരിച്ചു വരുമോ ഷഹീർ? ആ എനർജി ഫോഴ്സ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പവറിലാണ്. രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കൂടെ മനസ്സിലാവും. ഫോഴ്സ് ആകുമ്പോൾ ഭയങ്കര എഫേർട്ടാണ്, ഭയങ്കര അധ്വാനമാണ്. പവർ ആകുമ്പോൾ വളരെ സിമ്പിളാണ്. പീസാണ്, ലവ് ആണ്, ജോയ് ആണ്, മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആണ്. മനസ്സിലായോ വല്ലതും? ഓക്കെ? അത് ഫോഴ്സ് ആണ് കേട്ടോ. ഫോഴ്സിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഫോഴ്സിൽ റിസൾട്ട് കിട്ടും, പക്ഷെ സ്ട്രഗ്ലിങ് ആയിരിക്കും. ഭയങ്കര ഫോഴ്സ് അല്ല ഞാൻ കൊടുക്കുന്നത്. ഭയങ്കര പണിയെടുത്ത് ഒച്ചയും വിളിച്ച് എൻ്റെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് സംസാരിക്കുകയില്ലേ? അത് ഏത് ലെവലിലാണ്? അന്നത്തെ എൻ്റെ തുടക്കത്തിലെ കരിയറിലെ ലെവലിലാണ്. സ്വർണ്ണം
അപ്പൊ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ലേ? അത്രയും വെച്ചും ബഹളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് കാര്യങ്ങൾ നേടാൻ നോക്കുമ്പോൾ എന്തിനാ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വെച്ചും ബഹളം ഉണ്ടാക്കുന്നത്? മനസ്സിലാവുണ്ടോ? വോൾട്ടേജ് ഉണ്ട്, അമ്പിയർ കുറവാണെന്ന്. അതെ, അന്ന് നല്ല ഹൈ വോൾട്ടേജ്. അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശരിക്ക് നമുക്ക് അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആ ഒരു പവർ എപ്പോൾ അല്ലെങ്കിൽ ആ ഫോഴ്സ് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അപ്ലൈ ചെയ്യും. കാരണം ചില ആൾക്കാർക്ക് അവരെ പവറിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ചിലപ്പോൾ ഒന്ന് തൊട്ടി ഉണർത്തേണ്ടി വരും. ആ തട്ടി ഉണർത്താൻ വേണ്ടി ഇടയ്ക്ക് വേണമെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കാം. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ഓഡിയൻസിന് ചിലപ്പോൾ എന്താ വെച്ചാൽ അവരെ ഒന്ന് പിടിച്ചു കുലിക്കിയാല് യൂണിവേഴ്സ് കണ്ടിട്ടില്ല. യൂണിവേഴ്സ് നല്ല രീതിയിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയല്ലോ. യൂണിവേഴ്സ് നല്ല രീതിയിൽ തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ബോധം ഉണ്ടാവില്ല. പിടിച്ചിട്ട് അങ്ങ് കുലുക്കി കളയും. ഒരു ഭൂകമ്പോ ഒരു സംഗതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരന്തോ എന്തെങ്കിലും കണ്ടു അവന്റെ അഹങ്കാരം എല്ലാം പോയാൽ നന്നാവും എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് ഒരു 1-2 കൊട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഫോഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്ലിയർ? ഇപ്പോഴുള്ള സാർ ഒരു പാവം കുഞ്ഞാടാണ്. ഞങ്ങളത് ശരിക്കും അനുഭവിച്ചതാണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് നമുക്ക് വേണ്ട, നമുക്ക് പവർ മതി. രണ്ടും വ്യത്യാസമുണ്ട്. ഫോഴ്സിൽ ടോക്സിസിറ്റി കടന്നു വരും. ഫോഴ്സിൽ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി കടന്നു വരും. ഫോഴ്സിൽ എപ്പോഴും നിങ്ങൾ വെറുക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് വല്ലാണ്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് എന്താടോ താൻ ചെയ്യാത്തത്, എന്താടോ താൻ നന്നാവാത്തത്, പോയി പണിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പറയാൻ കഴിയാനിട്ടല്ല, പറയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ കിടന്നിട്ട് പണിയെടുക്കണം, ശരിയാ, ആകെ ഗിൽറ്റ്, ഇത്രയും പണിയെടുത്തില്ല, അല്ലാത്ത പെയിന്. അങ്ങനെ നിങ്ങൾ പെയിനിൽ നിന്നാണ് തുടങ്ങുന്നത്, വെറുപ്പിൽ നിന്ന് തുടങ്ങും. മനസ്സിലാണ്ടോ? അങ്ങനെ തുടങ്ങാതെ നിങ്ങളെപ്പോഴും എന്താ സ്നേഹത്തിൽ നിന്നും സമാധാനത്തിൽ നിന്നും കമ്പാഷനിൽ നിന്നും സ്ലോലി തുടങ്ങാം. സ്ലോലി ആയാലും കുഴപ്പമില്ല, അത് മതി, അത് നിലനിൽക്കണം. നമുക്ക് വേണ്ടത് ടെമ്പററി ഇന്റൻസിറ്റി അല്ല, പെർമനന്റ് കൺസിസ്റ്റൻസിയാണ്. ഗോട്ട് ഇറ്റ്? താൽക്കാലികമായിട്ടുള്ള ആവേശമാണ്, ടെമ്പററി തീവ്രതയല്ല വേണ്ടത്. തീവ്രത എപ്പോഴും എവിടെയും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. തീവ്രത അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വളരെ പെർമനന്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത് അങ്ങനെ. 10,000 കിലോമീറ്റർ നിങ്ങൾ ഓടുകയാണ്, ഒക്കെ അല്ലെങ്കിൽ മാരത്തൺ ഓടാണ്, ഉള്ള സകല എനർജി നിങ്ങൾ കൊണ്ടുപോയിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് ഓടിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും, ഭയങ്കരമായിട്ട് വലിയ സ്പീഡിൽ ഓടി. എനിക്ക് 10,000 കിലോയിലേക്ക് മാരത്തോണാണ് ഓടാനുള്ളത്, ഏകദേശം 10-20 കിലോമീറ്റർ ഓടാനാണ്. നിങ്ങൾ ആ ഒരൊറ്റ 2 കിലോമീറ്റർ ഓടിയിട്ട് നിങ്ങൾ തളർന്ന് കിടക്കും. പിന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പിന്നെ കുറേ ദിവസം നിങ്ങൾ തളർന്ന് കിടന്ന് ക്ഷീണമൊക്കെ മാറിയിട്ട് പിന്നെ വീണ്ടും ആ ക്ഷീണം മാറുന്നതിനിടയിൽ എന്ത് ചെയ്യും? മടി പിടിച്ച് ട്രാക്ക് തെറ്റി, എല്ലാം തെറ്റി, വീണ്ടും എണീറ്റിട്ട് ഓടുന്നു. ഒരു 1.5 കിലോമീറ്റർ ഓടി വീണ്ടും തളരും. അതിന് പകരം പതുക്കെ ഇങ്ങനെ ഓടി 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 സ്ലോലി ഓടി 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 അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ 3 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട മാരത്തൺ 3 മണിക്കൂർ കൊണ്ട് തീർക്കും. അല്ലാത്തത് നിങ്ങൾ തീർക്കില്ല. അതിനു മുമ്പ് നിങ്ങളുടെ കാറ്റ് തീരും, നിങ്ങളുടെ എനർജി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തുന്നതിനെ കൊണ്ട് പറ്റൂല എന്ന് പറയും. സോ ഓരോന്നിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ടേം സ്വപ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി നീഡ് വി നീഡ് പവർ, വി നീഡ് സ്ലോ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായിട്ട് വിശ്വസിക്കുന്നു. ആൻഡ് ദിസ് ഇസ് കോൾഡ് വിസ്ഡം. അറിവല്ല നമുക്ക് വേണ്ടത്, ഡാറ്റയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് വിസ്ഡമാണ്, നോളജ്. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. നല്ലൊരു താങ്ക് യു വെരി ക്ലാസ് മച്ച്. ആയിരുന്നു സാറേ. നല്ലൊരു ദിവസം ആശംസിച്ചു. നമ്മൾ വെറുതെ സ്ട്രെസ് അടിച്ച് വിഷമിക്കണ്ട കേട്ടോ. ഇറ്റ്സ് ഓക്കെ, വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമ്മൾ റൈറ്റ് ട്രാക്കിലുള്ളത്. ഗോ സ്ലോ, സ്റ്റാർട്ട് ഏർലി, ഗോ സ്ലോ, റീച്ച് സേഫ്ലി. നേരത്തെ തുടങ്ങുക, സാവധാനം പോവുക, സുരക്ഷിതമായി പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? സുരക്ഷിതമായിട്ട് എത്തിച്ചേരുക, റീച്ച് സേഫ്ലി. കേട്ടോ, നമ്മുടെ പേർപ്പസ് അതല്ലേ. ആ പോകുന്നതിനുള്ള സാവധാനം പോകുമ്പോഴാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കടന്ന് ലേറ്റായി ആകെ സ്ട്രെസ്സായി വണ്ടിയിലേക്ക് കയറിയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് എൻജോയ് ചെയ്യാൻ പറ്റും?
എപ്പോ വേണമെങ്കിലും ആക്സിഡന്റ് ആവും എന്നുള്ള പേടിയോട് കൂടി. ഐ യു ഡോണ്ട് നീഡ് ദാറ്റ്. യാ, വി ഓൺലി നീഡ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. അങ്ങനെ പോയിട്ട് താങ്ക് യു ഇടിച്ച് സർ, താങ്ക് യു. അങ്ങനെ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആവും. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നല്ല പരിക്കുണ്ടാവും. പരിക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ തന്നെ അല്പം കഴിഞ്ഞോളന്നല്ല. അതല്ലേ നമുക്കൊക്കെ സംഭവിച്ചേ. അപ്പോൾ ഗോ സ്ലോ, ബി ഇൻ പീസ്. എന്നാലും സാറേ എനിക്കതങ്ങ് പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങളതിന് മറ്റതിന് ശീലിച്ച് അഡിക്റ്റ് ആയി പോയതുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കുക. അപ്പോഴാണ് ചേഞ്ച് ഉണ്ടാകും, അപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ, അപ്പോഴാണ് ലൈഫ് എളുപ്പമാകുന്നത്. ലൈഫ് എളുപ്പമായാൽ പോരെ, വേഗത്തിലാവണ്ട, ലൈഫ് എളുപ്പമായാൽ മതി. സാറിന് വലിയൊരു താങ്ക്സ്. സാറിനെ പോലെ ഹെൽപ്പ് ചെയ്യുന്ന കേരളത്തിൽ ഒരേ ഒരു മോട്ടിവേറ്റർ ഉള്ളൂ, സാറ് മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ള മോട്ടിവേറ്റ്സ് ഒക്കെ വെറും പണം പണം എന്നുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ. സാറിന് അതിനപ്പുറം സാറിന്റെ വാല്യബിൾ ആയ ടൈം ദിവസവും ഞങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല. എങ്കിലും ഇനിയും പ്രോസസ്സിങ് തുടരുക. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും സാറിന് പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കല്ല. ഇത് തുടരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആരോഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് രസമായിട്ട് ഹാപ്പിയായിട്ട് അങ്ങനെ പോവാം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ട്. അതിനിടയിൽ യൂണിവേഴ്സ് നമുക്ക് തരേണ്ടതൊക്കെ തരും. നമ്മൾ അത് ഹാപ്പിയായിട്ട് അങ്ങനെ പോകും. എടാ, അതിനും വലിയ രസമുള്ള പരിപാടി എന്താ ഉള്ളത്? നിങ്ങളും അങ്ങനെ തന്നെ ആവുക. നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ എടുക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫും അങ്ങനെ തന്നെ ആവുക. ഹെൽപ്പ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകാം. ഇപ്പോഴല്ലേ നമുക്ക് രസമായിട്ട് പോകാൻ പറ്റുള്ളൂ. മോർണിംഗ് ക്ലാസ്സിൽ നിന്ന് തന്നെ നല്ല അവയർനെസ് കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ മോർണിംഗ് ക്ലാസ്സിൽ തന്നെ നിൽക്കണ്ട, അതും മനസ്സിലാക്കാം. മോർണിംഗ് ക്ലാസ് നല്ല അവയർനെസ് കിട്ടും, ഇവിടെ ഇരിക്കാം. അപ്പൊ പോയി ഉള്ള അവയർനെസ് പോയി. ക്ലിയർ ആയോ? ഇവിടെ തന്നെ ഇരിക്കാം, അവിടെ ബുദ്ധിപരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫ്രീ ആയിട്ട്. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ മാറി, നിങ്ങളുടെ ഇന്റൻഷനിൽ കളങ്കം വന്നു. അപ്പൊ ഈ ഷെയർ ചെയ്യുന്നതിന് എനിക്കെന്താ ഒരു മടിയില്ലാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും. അതങ്ങനെയാണ്. അതാ വൈബ് മനസ്സിലായവർക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങൾ അഡ്വാൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ ഡിഫറെന്റ് ലെവൽ ഓഫ് മൈൻഡ് സെറ്റ്. ഞാൻ എൻ്റെത് പറയല്ല, അങ്ങനെ ഒരു തോട്ട് നമ്മൾ ഒരിക്കലും ചെറുതായി ചിന്തിക്കരുത്. ഇവിടെ തന്നെ നല്ല എനർജി കിട്ടുന്നുണ്ട്, ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ, ഇവിടെ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങളെ തോന്നല, എല്ലാം ഒരു മായയാണ്. ഓക്കെ, ഒക്കെ തോന്നല, ആക്ച്വലി അതൊന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തരുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ, ഐ ഹാവ് എ മിഷൻ. ഒരുപാട് പേരെ ട്രീറ്റ് ചെയ്യാൻ, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മിഷൻ ഉണ്ട്. ജെനുവിൻ ട്രാൻസ്ഫോർമേഷൻ മാക്സിമം ലെവലിൽ നിങ്ങളുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലൊക്കെ കൊണ്ടുവരണം. സോ കം ടു ഞാൻ നിങ്ങളോട് പറയണം, ഓക്കെ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യണം. യു ട്രസ്റ്റ് ആൻഡ് ജോയിൻ ദ കോഴ്സ്, യുവർ ലൈഫ് വിൽ ബി കംപ്ലീറ്റ്ലി ചേഞ്ച്. അതുകൊണ്ട് ഡു ദാറ്റ്. അത് ഇറ്റ്സ് നോട്ട്, ഇവരൊക്കെ ഹലോ ഓക്കെ, ഇറ്റ്സ് നോട്ട് ബിസിനസ് ആക്ച്വലി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹാവ് എ മിഷൻ ടു ഹീൽ ലോട്ട് ഓഫ് പീപ്പിൾ. എൻ്റെ ഗുരു എന്നെ ഏൽപ്പിച്ച മിഷൻ ഉണ്ട്. സോ ടു ഹീൽ ലോട്ട് ഓഫ് പീപ്പിൾ. ആ ഒരു മില്യൺസ് ഓഫ് പീപ്പിളിനെ ഒരുപാട് പേര് വേദനയിലിരിക്കുന്നത് അവർ ഹീൽ ചെയ്യണം. അവർ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വലിയൊരു ഒരു സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടുവന്ന് ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നു. ആ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരെ നിലനിർത്തണം, അവരെ സംരക്ഷിക്കണം. അവർക്ക് വരുമാന മാർഗം വേണം. കാരണം അവർക്ക് വേറെ പണിയൊന്നുമില്ല, അവർക്ക് ഈ നാട്ടുകാരെ നന്നാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നാട്ടുകാരെ നന്നാക്കി കിടക്കുമ്പോൾ ഇവരാരെയും സംരക്ഷിക്കട്ടെ. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സിന് ഫീ വെക്കുന്നത്. അപ്പം നിങ്ങൾ ആക്ച്വലി ആ ഒരു നാട്ടുകാരെ നന്നാക്കുന്ന മിഷനിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്, നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ സപ്പോർട്ട് നിങ്ങൾ തന്നാൽ മതി. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടും? തിരിച്ചും നിങ്ങളുടെ ലൈഫ് ബെറ്റർ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. സോ ഇവിടെ തന്നെ ഇരിക്കാതിരിക്കുക, ഫ്രീ ആയിട്ട് ഇങ്ങനെ ക്ലാസ് കേട്ടിട്ട് ഇവിടെ തന്നെ ഇരിക്കാതിരിക്കുക. നമ്മളെന്താണ് പറയുന്നത്, അത് എല്ലാത്തിലും അതങ്ങ് ട്രസ്റ്റ് ചെയ്യാം. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളങ്ങ് വരുമ്പോൾ യു ആർ ഇൻ സേഫ്. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എന്താണ്, ഓക്കെ ഞാൻ അവിടേക്ക് പോയില്ല, അവിടെ പോയാൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ അവിടേക്ക് പോകാതെ ഇവിടെ തന്നെ ഇരിക്കാമല്ലോ, അവിടെ നിന്ന് എല്ലാം കിട്ടുമല്ലോ. നമ്മുടെ പഴയ, ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഒരു ഒടുക്കത്തെ ബെള് എന്ന് പറയും, മനസ്സിലാവുന്നുണ്ടോ? അതായത് കുരുട്ടുബുദ്ധി എന്നൊക്കെ പറയും. ആ മൈൻഡ് സെറ്റ് ആയിട്ട് ഇരിക്കാതിരിക്കുക. ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് ഫേസ്. അത് നെഗറ്റീവാണ്. ഓക്കെ, എനിക്ക് ഇവിടെ തന്നെ ഇരുന്നെല്ലാം കിട്ടും, അങ്ങനെ ചിന്തിക്കരുത്. ലൈക്ക് ഹാവ് സം മോർ ട്രസ്റ്റ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇതിലേറെ ബ്യൂട്ടിഫുൾ ആണെന്നുള്ള ട്രസ്റ്റ്,
ഓക്കെ, എനിക്കതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദീസ് പീപ്പിൾ ആർ ഡൂയിങ് അമേസിങ് തിങ്സ്. ഇവർ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദേ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ്. അവർക്ക് ഇത്രയും നല്ല മനസ്സുള്ള, ഇത്രയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ള, ഇവൻ ഒന്നുപോലും ചോദിക്കാതെ ഇത്രയും തരുമ്പം ഞാൻ തിരിച്ചങ്ങോട്ട് എന്ത് കൊടുക്കണം? ഹൗ ക്യാൻ ഐ കോൺട്രിബ്യൂട്ട്? ഹൗ ക്യാൻ ഐ സപ്പോർട്ട് ദം? ഹൗ ക്യാൻ ഐ ഗീവ് ദം? മനസ്സിലാവുണ്ടോ? അപ്പൊ ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ? കോഴ്സ് എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഈ ജസ്റ്റ് പർച്ചേസ് അല്ലെങ്കിൽ കോഴ്സിലേക്ക് വരിക, നിങ്ങളെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കുക, നിങ്ങളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമ്മളെ സഹായിക്കും, നിങ്ങളെ ശരിക്കും ടേക്ക് കെയർ ചെയ്യാൻ. ശരിക്കും നിങ്ങളിപ്പോൾ ഇതൊക്കെ കേട്ടാലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമ്പോൾ പലപ്പോഴും അഗെയിൻ യു വിൽ ബി ഹാവിങ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ, ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. അതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടിട്ട് എന്താ വെച്ചാൽ നിങ്ങളൊരു പ്രോപ്പറായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക. അതിനൊരു മെൻറ്റർ ആവശ്യമാണ്. ആ മെൻറ്റർ ഫുൾ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ മെൻറ്ററുടെ സപ്പോർട്ട് എടുത്ത് പ്രോപ്പറായിട്ട് ചെയ്ത് മുന്നോട്ട് അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്? യു വിൽ, കാരണം നിങ്ങൾക്ക് എത്ര ഇൻസൈറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ എത്ര നോളജ് കിട്ടിയാലും അവയർനെസ് ഉണ്ടാകുന്നുള്ളൂ. ദാറ്റ് വിൽ ഹെൽപ്പ് യു, ബട്ട് യു ക്യാൻ ഗോ ഫാസ്റ്റർ, യു ക്യാൻ ഗോ ഡീപ്പർ, യു ക്യാൻ ഗോ ബിഗർ. വലിയ രീതിയിലുള്ള ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് പോകാം, വളരെ ഫാസ്റ്റായിട്ട് പോകാം, വളരെ പെട്ടെന്ന് പോകാം. അത് കോഴ്സ് ചെയ്ത് എല്ലാവർക്കും അറിയാം. ഇറ്റ് ചേഞ്ചസ് ദർ ലൈഫ് ലൈക്ക് എനിത്തിങ്. ഓക്കെ, സോ അതിലേക്ക് നിങ്ങൾ വരിക, കോൺട്രിബ്യൂട്ട്. ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ ഡോൺ കോൺട്രിബ്യൂട്ട് ടു ദ മിഷൻ. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. കോൺട്രിബ്യൂട്ട്, നിങ്ങൾ നിങ്ങളുടേതായിട്ട് സംഭാവന നൽകൂ ടു ദ മിഷൻ. ദ മിഷൻ ഈസ് ലൈക്ക് ടു ഹീൽ കേരള. ഫസ്റ്റ് മിഷൻ അതാണ്, ഫസ്റ്റ് ഘട്ടം. വി ഹാവ് ഹീൽ കേരള, ഹീൽ ഇന്ത്യ ആൻഡ് ഹീൽ വേൾഡ്, ഹീൽ യൂണിവേഴ്സ്. സോ ഹീൽ കേരള പ്രോജക്റ്റിന്റെ കൂടെ തന്നെ ഇതെല്ലാം നടക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഹീൽ കേരള മിഷൻ. And that's what our mission is. Okay, be part of it. Come, when you purchase a course, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ, കോഴ്സിലേക്ക് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ you are being part of this mission, and that's what I want you to do. Okay, thank you everyone. Good morning sir. Good morning sir. Very very good morning sir. Shaf sir. Good morning. പറഞ്ഞോളൂ മൊയ്തീൻ. Okay, മൊയ്തീൻ. Okay, പിന്നെ സാറേ ഞാൻ ഒരുപാട് നാളായി സാറെ കാണണം വിചാരിച്ചു. വേണൊരു അവസരം കിട്ടിയത്. താങ്ക് യു. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സാറ് ആക്ച്വലി ഞാൻ ദുബൈയിൽ വെച്ചിട്ട് ഒരു തവണ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, കരാമയിൽ വെച്ചിട്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചിട്ട് കാരിബോ കോഫിയിലാണോ തോന്നുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഐ എം മോസ്റ്റ് ഒന്നും പറയാനില്ല, ഞാൻ ഒരു എന്റർപ്രണറാണ്. മോസ്റ്റ് കാലെടുത്ത് നിൽക്കുന്ന ഒരു എന്റർപ്രണറാണ്. ഒരുപാട് തീയിലൂടെ പോയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്നലെയാണ് സാറ് EFT ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ പറ്റിയത്. ഇന്നലെ മിനിയാന്നേറ്റ് ഒരു മാഡം എന്നെ അറിയിച്ച് സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഇപ്പോ ഞാന് ഒരു 4 ദിവസമായിട്ട് ഒരു 1 വീക്ക് ആയിട്ട് ഞാൻ ഒരു സൈക്കാട്രിയെ കാണിക്കുന്നുണ്ട്. സാറേ ടൈം വൈകിട്ടുണ്ടോ, ലാഗ് ആയിട്ടുണ്ടോ? ആക്ച്വലി ടൈം വൈകിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ബിസിനസ് ക്ലബ് ഉണ്ട്, 1% ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ്. അതിന്റെ സെഷൻ 7:30 സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. സോ അതിലേക്ക് കയറാൻ നിൽക്കുകയാണ് ഞാൻ. സോ 3 മിനിറ്റ് ഞാൻ എടുത്തോളാം. 3 മിനിറ്റ് മാക്സ്. ഓക്കെ, 3 മിനിറ്റ്സ് ഞാൻ തരുന്നില്ല, 2 മിനിറ്റ്സ് ഞാൻ തരാം. 2 മിനിറ്റ്സ്. ഓക്കെ, 2 മിനിറ്റ്സ്. ഓക്കെ, 2 മിനിറ്റ്സ്. ഓക്കെ, 2 മിനിറ്റ്സ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇടയ്ക്ക് ഇപ്പൊ ഞാനൊരു മെന്ററെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു മിനിറ്റ്, ഞാനൊരു മെന്ററെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഒരുപാട് എന്താ പറയാ, ചില സമയത്ത് ഇങ്ങനെ കരയാൻ തോന്നും. ചില സമയത്ത് എനിക്ക് ഭയങ്കര പകയാണ്. ഞാൻ എല്ലാ ധാർമ്മികതയും വെച്ചിട്ടാണ് ഞാൻ എല്ലാ ആളുകളെയും കാണുന്നത്. അതായത് എല്ലാരും ഞാൻ മനുഷ്യരായിട്ടാണ് കാണുന്നത്. എനിക്ക് എൻ്റെ ഒരു മതം, ഞാൻ എവിടെയും എന്റെ എത്തിക്സോ കാര്യങ്ങളോ ഞാൻ എവിടെയും ഇത് ചെയ്യാറില്ല, ഷോ ചെയ്യാറില്ല. അപ്പോ ഒക്കെ ഹൈഡ് ചെയ്യാറില്ല. മനുഷ്യരാണ് അൾട്ടിമേറ്റ് എനിക്ക് പ്രധാനം. മനുഷ്യരെ തടയുന്ന ഏത് മതമാണെന്നുണ്ടെങ്കിലും ആ മതത്തെ EK മൊയ്തീൻ നിന്ന് ഞാൻ തള്ളും. ഇതാണ് എന്റെ നിലപാട്.
ഞാൻ ഒരു CPM-കാരനാണ്, ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. വെച്ചിട്ട് പാർട്ടി പൊളിറ്റിക്സ് അല്ല. ക്വസ്റ്റ്യനിലേക്ക് വരൂ. നമ്മുടെ നിങ്ങളുടെ 1 മിനിറ്റ് കഴിഞ്ഞു. 1 more minute. എന്താ ഷെയർ എനിക്കറിയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് EFT ചെയ്യണം. അതിനെന്താണ് എനിക്ക് ഷാഫി സാറായിട്ട് ഒരു പേഴ്സണൽ ആയിട്ട് 1-on-1 ആയിട്ട് എനിക്കൊരു ടൈം തരണം ഷാഫി സാർ. 5 minutes. ഞാൻ എന്താ പേയ്മെന്റ് ചെയ്യാനുള്ളത്, എന്താ ഞാൻ പേ ചെയ്യാം? നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറാണോ? 100%. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത EFT ബേസിക് പ്രോഗ്രാമിലേക്ക് വരും, അല്ലെങ്കിൽ അഡ്വാൻസിലേക്ക് വരും. നാട്ടിൽ വരാറുണ്ടോ? ഞാൻ ഇപ്പൊ നാട്ടിലാണ്. ഓൾറെഡി ഞാൻ നാട്ടിലാണുള്ളത്. എന്നാ ഇവിടുന്ന് മടക്കുന്നത്? ഇല്ല, ഞാൻ ഒരു മടക്കല്ല. അത് ഞാൻ പിന്നെ ഓൾറെഡി ഇപ്പൊ ഞാൻ എനിക്കൊരു മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ട്. ഞാൻ സിനിമയുടെ ഷോർട്ട് ഫിലിംസ് ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരുപാട് മേഖല എനിക്കുണ്ട്. ഓക്കെ, മൊയ്തീൻ ഒരു കാര്യം ചെയ്യണം. ഓക്കെ, 1 minute. വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. സോ മൊയ്തീൻ ഒരു കാര്യം ചെയ്യണം. അഡ്വാൻസ് പ്രോഗ്രാം വരുന്ന സമയത്ത് അഡ്വാൻസിലേക്ക് എന്തായാലും വരിക. ഓക്കെ, അഡ്വാൻസ് ഈസ് ദ സൊല്യൂഷൻ ഫോർ യു. ഓക്കെ, ബേസിക് എന്ന് പറയുന്ന ബേസിക്കിന്റെ പ്രോഗ്രാം അടുത്ത മാസം വേറെ ബാച്ച് വരുന്നുണ്ട്, അതിലും വരിക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് അറിയാം അത് നിങ്ങൾ ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ 1-to-1 പിന്നെ ഇരിക്കാം. അതിന് മുൻപ് നിങ്ങൾ 1-to-1 ഇരിക്കരുത് അതിന് മുൻപ്. കാരണം അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതല്ല വേണ്ടത്. അദ്ദേഹം പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യൂ. ഈ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ അഡ്മിൻ ആരാ വിളിച്ചിരുന്നത്? ആളുടെ പേര് അറിയോ? ആളുടെ പേര് ഒരു കോട്ടയം, ഒരു ആലപ്പുഴക്കാരിയായിട്ടാണോ? ബേസ് പ്രോഗ്രാമിലേക്ക് ഞാനും വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാനിതിലുണ്ടായിരുന്നു. ബേസിക് പ്രോഗ്രാമിലേക്ക് EFT. ബേസിക് പ്രോഗ്രാമിലുണ്ടോ? അല്ല, ഞാനൊരു പ്രാവശ്യം ഇതിലുണ്ടായിരുന്നു, ഗ്രൂപ്പില്, EFT-യില്. അത് എനിക്ക് കാര്യമായിട്ട് ഇതിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇനി 2ാമത്തെ പ്രാവശ്യം കൂടി. ഓക്കെ, താങ്ക് യു. അപ്പം എനിക്ക് എന്ത് ചെയ്യണം, ടൈം കഴിഞ്ഞിട്ടുണ്ട്. മൊയ്തീൻ സാഹിബ് ഒറ്റ കാര്യം ചോദിച്ചോളൂ. ഒറ്റ കാര്യം, സിംഗിൾ കഴിഞ്ഞു. ഒന്ന് പറയാലോ, ഒരു അപ്രീഷിയേഷൻ ആണ്. അതായത് എന്റെ ലൈഫിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു 5 പേരില് ഒരാള് സാറാണ്, ഷാഫി സാറാണ്. ഷാഫി സാറ്, മധുബസ്റ്റിക് സാർ. എന്റെ ഇന്നബിഷൻസ് തീർത്തത്, എന്നെ പൊട്ടിച്ചത്, എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചത്, അതിൽ ഒരു പങ്ക് സാറിനുണ്ട്. അത്രമാത്രം. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. എന്താ പറയാ, മൊയ്തീൻ എന്ന് പറയുന്ന ഈ ഒരു ഗുഡ് സോൾ വലിയ രീതിയിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരട്ടെ. നിങ്ങളുടെ നിലപാടുകൾ കടുത്തതാണ്, നിങ്ങളുടെ നിലപാടുകൾ വലുതാണ്. നിങ്ങൾക്ക് വിശാലമായ മനസ്സുണ്ട്. ആ വിശാലമായ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഇനി കുറച്ച് ഹെൽപ്പ് ആവശ്യമുണ്ട്. കുറച്ചൊരു റീപ്രോഗ്രാമിങ്ങും കുറച്ചൊരു ട്യൂണിങ് ആവശ്യമുണ്ട്. അത് ചെയ്തു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കൻ ക്രിയേറ്റ് മിറക്കിൾസ്. ആ മിറക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിന് കൂടെ കൂടിക്കോ. 100% ട്രസ്റ്റ് ചെയ്യുക. 100% ട്രസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. ബേസിക്കിൽ വരിക, അഡ്വാൻസിൽ വരിക. ഇറ്റ് വിൽ ഫൈൻ. യു വിൽ ബി ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, നിങ്ങൾ കണ്ടെത്തും. ആ പർപ്പസ് നിങ്ങൾ കണ്ടെത്തി കറക്റ്റായിട്ട് നിങ്ങൾ ആ ട്രാക്കിലൂടെ പോകുമ്പോൾ nobody can beat you. There is so much pain inside you. We have to. ഒരുപാട് വേദനയുണ്ട്, ഒരുപാട് കൺസേൺ ഉണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ ലോകത്തെ കുറിച്ച് വല്ലാണ്ട് കൺസേൺഡ് ആണ് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ട്. ഇതേപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. സോ ദാറ്റ് മീൻസ് യു ആർ എ ഗുഡ് സോൾ, എ ഗ്രേറ്റ് സോൾ. ആ സോൾ കൺഫ്യൂസ്ഡ് ആണ്. വെൻ യു ആർ ടേക്കൺ കെയർ പ്രോപ്പർലി, നല്ല സ്നേഹം കൊടുത്ത് നല്ല രീതിയിലേക്ക് ഒന്ന് ടേക്കൺ കെയർ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ, ഇതിനാണ് നമ്മൾ ബേസിക്കലി മെന്റേഴ്സിൽ വരാൻ പറയുന്നത്. പ്രോസസ് ആക്ച്വലി അതാണ്. നമ്മൾ നോർമലി നടന്ന കോഴ്സൊന്നും അല്ല, ടിപ്സോ ട്രിക്സോ ഒന്നും അവിടെ ഇല്ല. യു ജസ്റ്റ് ഗീവ് ലോട്ട് ഓഫ് ലവ് ആൻഡ് യു ജസ്റ്റ് ടേക്ക് കെയർ വിത്ത് ലവ്, heal with love. And when that happens, you're amazing, you're unbeatable. That's the medicine you need. And I was also like you. That's why we can connect, right? നിങ്ങൾക്ക് എന്നെ കണക്ട് ആകാൻ കാരണം വെച്ചാൽ ഞാനും നിങ്ങളെ പോലെ തന്നെ സോ മച്ച് എല്ലാവരും മനുഷ്യന്മാരായിട്ട് കാണുന്നു. ബട്ട് I was in pain, so much pain. And I healed and I got this mission. I got this clarity. You must be healed. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടണം. You will get the clarity. Once you get the clarity, you are invincible. അതിനർത്ഥം എന്ന് അറിയാം, നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല. All the best. Okay. Thank you so much. Okay. ഞാൻ ആക്ച്വലി ഈ സമയം ഞാൻ വേഗം ചാടി എണീക്കുക ചെയ്തത്.
ഇന്നാണ് ഞാൻ ശരിക്കും ഉറങ്ങുന്നത്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ദിവസങ്ങളായിട്ട് ഉറക്കാൻ ചില സമയമില്ല. എനിക്ക് ഒരു ഭയങ്കര അഗ്രഷൻ ഉണ്ട്. 2 year കൊണ്ട് ക്രോർപതി ആവണം. ഇതല്ല എന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്കിപ്പോ അതൊന്നും ചിന്തിക്കേണ്ട. ലെറ്റ്സ് ഫോക്കസ്. അതൊക്കെ നമുക്ക് ആവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടല്ലോ, അതാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഹീലിംഗ് നടക്കണം. ലെറ്റ്സ് ഫോക്കസ് ഓൺ ഹീലിംഗ്. ഓക്കെ, ലെറ്റ്സ് ഫോക്കസ് ഓൺ ഹീലിംഗ്. ഇഫ് ദ നെക്സ്റ്റ് ടൈം ഹീലിംഗ് എങ്ങനെ ടൈം എങ്ങനെയാണ്? അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടീം മെമ്പറായിട്ട് സംസാരിക്കുക കേട്ടോ. നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുള്ള ആളെ സംസാരിക്കും. ഓക്കെ, താങ്ക് യു. Okay, then everyone have a great day. It was a wonderful session. Thank you so much for joining, and we will come back again tomorrow. See you later. Thank you. Thank you very much.